കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരണം. ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ഇന്നലെയാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫസാ ലോഡ്ജിൽ മലപ്പുറം സ്വദേശി ഫസീലയെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മരണത്തിൽ തുടക്കത്തിൽ തന്നെ പോലീസ് ദുരൂഹത സംശയിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ഫസീലയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ സ്വദേശി സനൂഫിനൊപ്പം മലപ്പുറം സ്വദേശിനിയായ ഫസീല കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫസാ ലോഡ്ജിൽ മുറിയെടുത്തത്. ബില്ലടയ്ക്കാനായുള്ള തുകയുമായി എത്താമെന്ന് പറഞ്ഞ് സനൂഫ് ലോഡ്ജിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. തുടർന്ന് ഉടമ മുറിക്കുള്ളിൽ വന്നു നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സനൂഫുമായുള്ള ബന്ധം കുടുംബത്തിന് അറിയില്ലെന്നും മുമ്പ് സനൂഫിനെതിരെ ഫസീല ഒറ്റപ്പാലം പോലീസിൽ പീഡന പരാതി നൽകിയിരുന്നെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. നമുക്കിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടിയതാണ്. അപ്പോൾ അതെന്താണ് ഏതാണെന്നെല്ലാം അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ പറയുന്നേക്കേണ്ട ജോലിക്കായിട്ട് പോകുന്നതാണെന്ന്. അപ്പോൾ ഇതെങ്ങനെ മരണപ്പെട്ടു, എന്താണ് ഇങ്ങനെ ലോഡ്ജിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടു കൊടുന്നില്ല വിവരം കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കേസ് അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം അറിയണം. അതിൻ്റെ പിന്നിൽ എന്താണെന്നെല്ലാം അറിയണം. ജോലി ആവശ്യത്തിന് എന്ന് പറഞ്ഞാണ് ഫസീല വീട്ടിൽ നിന്നും കോഴിക്കോടേക്ക് എത്തിയത്. നേരത്തെ പീഡന പരാതി നൽകിയതിലുള്ള പകയിൽ സനൂഫ് ആയിരിക്കാം കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. സനൂഫ് ലോഡ്ജിൽ നൽകിയ മേൽവിലാസവും മൊബൈൽ നമ്പറും വ്യാജമാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇയാൾ സഞ്ചരിച്ച കാർ പാലക്കാട് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി സനൂഫിനെ കണ്ടെത്താനുള്ള ഊർജിതമായ നീക്കവും പോലീസ് തുടങ്ങി. കോഴിക്കോട് ടൗൺ SP അഷ്റഫ് തെങ്ങിലക്കണ്ടിയിലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.